ഹലോ ഫ്രണ്ട്സ്, ഒന്നും ചെയ്യാതെ സമയം കടന്നാൽ തന്നെ കോടികൾ കിട്ടുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആദ്യം കേൾക്കുമ്പോൾ ഇതൊരു തമാശ പോലെ തോന്നും. പക്ഷേ ഇന്നത്തെ കഥ അങ്ങനെ ഒരു വിചിത്ര ഗെയിമിനെക്കുറിച്ചാണ്. ഈ സീരീസിന്റെ പേര് ദി 8 ഷോ. കഥ തുടങ്ങുന്നത് ഒരു യുവാവിനെയാണ് കാണിക്കുന്നത്. അവന്റെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലാണ്. പണമില്ല, കടങ്ങൾ വളരെ കൂടുതലാണ്, ജോലി പോലും ശരിയായി നടക്കുന്നില്ല. ദിവസവും അവൻ പ്രശ്നങ്ങളോടെയാണ് ജീവിക്കുന്നത്. ഒരു ദിവസം അവനൊരു വിചിത്രമായ ഫോൺ കോൾ വരുന്നു. ആ കോളിൽ ഒരാൾ ഒരു ഓഫർ പറയുന്നു. ഒരു പ്രത്യേക ഗെയിമിൽ പങ്കെടുക്കണം. അവിടെ നിങ്ങൾ എത്ര സമയം കഴിയുന്നുവോ അത്രയും പണം നിങ്ങൾക്ക് കിട്ടും. ആദ്യം അവൻ ഇത് വിശ്വസിക്കുന്നില്ല. പക്ഷേ ആ കോളിൽ നിന്നുള്ള ആളുകൾ അവനൊരു അഡ്രസ് നൽകുന്നു. കൗതുകം കൊണ്ട് അവൻ ആ സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അവൻ അവിടെ എത്തുമ്പോൾ ഒരു വലിയ കെട്ടിടമാണ് കാണുന്നത്. എല്ലാം വളരെ സൈലന്റ് ആയ ഒരു സ്ഥലം. അവൻ അകത്ത് കടന്നപ്പോൾ അവന് മറ്റൊരു കാര്യം മനസ്സിലാവുന്നു. അവൻ ഒറ്റയാളല്ല. അവിടെ ഇതിനകം തന്നെ മറ്റും ആളുകൾ എത്തിയിട്ടുണ്ട്. കുറച്ചു സമയത്തിന് ശേഷം എല്ലാവരും മനസ്സിലാക്കുന്നു അവിടെ ആകെ 8 ആളുകളാണുള്ളത്. അതുകൊണ്ടാണ് ഈ ഗെയിമിന് പേര് ദി 8 ഷോ. പക്ഷേ ഇവർക്ക് ഇപ്പോഴും അറിയില്ല ഇവരെ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാണെന്ന്. അവിടെ എത്തിയ ആ 8 പേരും തമ്മിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ്, ഇവരെ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാണ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയ സ്ക്രീൻ ഓൺ ആവുന്നു. അതിൽ ഈ ഗെയിമിന്റെ നിയമങ്ങൾ കാണിക്കുന്നു. ആ കെട്ടിടത്തിലാകെ 8 നിലകളുണ്ട്. ഓരോ ആളും ഓരോ നിലയിൽ താമസിക്കണം. അതായത് 8 ആളുകൾക്ക് 8 നിലകൾ. പിന്നെ പ്രധാന നിയമം പറയപ്പെടുന്നു, ഈ കെട്ടിടത്തിനുള്ളിൽ കഴിയുന്ന ഓരോ മിനിറ്റിനും അവരുടെ പണം കൂട്ടിക്കൊണ്ടിരിക്കും. സമയം എത്ര കൂടുതലായാലും പണവും അത്ര കൂടുതലാകും. ഇത് കേട്ടപ്പോൾ എല്ലാവരും ആദ്യം വളരെ സന്തോഷപ്പെടുന്നു. കാരണം ഒന്നും ചെയ്യാതെ സമയം കടന്നാൽ തന്നെ പണം കിട്ടും. പക്ഷേ ഉടനെ മറ്റൊരു കാര്യം അവർക്ക് മനസ്സിലാക്കുന്നു. അവർക്ക് വെള്ളം, ഭക്ഷണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണമെങ്കിൽ അത് സൗജന്യമല്ല. അതൊക്കെ വാങ്ങാൻ അവരുടെ പണത്തിൽ നിന്നാണ് കുറയുക. അതുകൊണ്ട് ചിലർ പണം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ചിലർക്ക് അതൊന്നും പ്രശ്നമല്ല, അവർക്ക് വേണ്ടത് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതോടെ ആ 8 ആളുകളും ഈ വിചിത്ര ഗെയിമിനുള്ളിൽ അവരുടെ ജീവിതം തുടങ്ങുന്നു. പക്ഷെ കുറച്ചു സമയം കഴിഞ്ഞാൽ അവർക്കൊരു കാര്യം മനസ്സിലാവുന്നു, ഈ ഗെയിം കാണുന്നത് പോലെ എളുപ്പമല്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആ 8 പേരും അവരുടെ സ്വന്തം നിലകളിലേക്ക് പോകുന്നു. ഓരോരുത്തർക്കും ഒരു റൂം നൽകപ്പെടുന്നു. പക്ഷെ അവിടെ അവർ ശ്രദ്ധിക്കുന്ന ഒരു വലിയ വ്യത്യാസമുണ്ടായിരുന്നു. ഓരോ നിലയിലുമുള്ള റൂമുകൾ ഒരുപോലെയല്ല. ചില റൂമുകൾ വലുതും നല്ലതുമാണ്, ചിലത് വളരെ ചെറുതും സാധാരണവുമാണ്. ഇത് കണ്ടപ്പോൾ ചിലർക്കല്പം അസ്വസ്ഥത തോന്നുന്നു. കാരണം എല്ലാവരും ഒരേ ഗെയിമിലാണ് വന്നത്, പക്ഷേ സൗകര്യങ്ങൾ ഒരുപോലെയല്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ എല്ലാവരും താഴേക്ക് കൂടി വരുന്നു. അവർ ഒരുമിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. ആരൊക്കെയാണ് ഇവിടെ വന്നത്, എന്തിനാണ് വന്നത് എന്നൊക്കെ അവർ തമ്മിൽ പറയാൻ തുടങ്ങുന്നു. ചിലർക്ക് പണത്തിനുള്ള വലിയ പ്രശ്നമുണ്ട്, ചിലർക്ക് ജീവിതത്തിൽ വലിയ പരാജയങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതിനാൽ ഈ ഗെയിം ജയിക്കണമെന്നൊരു ചിന്ത എല്ലാവർക്കും ഉള്ളിലുണ്ടായിരുന്നു. ഇതിനിടെ അവർക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാവുന്നു, ഈ ഗെയിമിൽ സമയം കടന്നു പോകുന്നത് വളരെ പ്രധാനമാണ്. കാരണം ഓരോ മിനിറ്റും അവരുടെ പണം കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവരെല്ലാവരും ഒരുമിച്ചൊരു തീരുമാനമാണ് എടുക്കുന്നത്, കഴിയുന്നത്ര കൂടുതൽ സമയം ഇവിടെ തുടരാം. അങ്ങനെ ചെയ്താൽ എല്ലാവർക്കും കൂടുതൽ പണം ലഭിക്കും. പക്ഷെ അവർക്ക് ഇപ്പോഴും അറിയാത്ത ഒരു കാര്യമുണ്ട്, സമയം കടന്നുപോകുന്നതോടെ ഈ ഗെയിം അവരുടെ ജീവിതം തന്നെ മാറ്റാൻ പോവുകയാണ്. സമയം കടന്നുപോകുന്നതോടെ ആ 8 പേരും ഈ ഗെയിമിന്റെ ജീവിതത്തിൽ പതുക്കെ അഭ്യസ്തവരാകുന്നു. ആദ്യം എല്ലാവരും ശാന്തമായിരുന്നു. പക്ഷേ കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ചില പ്രശ്നങ്ങൾ തുടങ്ങുന്നു. കാരണം ഓരോ നിലയിലുമുള്ള സൗകര്യങ്ങൾ വ്യത്യസ്തമാണ്. മുകളിലുള്ള നിലകളിലുള്ളവർക്ക് നല്ല റൂമുകളും കൂടുതൽ സൗകര്യങ്ങളും ലഭിക്കുന്നു. താഴെയുള്ള നിലകളിലുള്ളവർക്ക് വളരെ സാധാരണമായ റൂമുകളാണ്. ഇത് കണ്ടപ്പോൾ ചിലർക്ക് അസ്വസ്ഥത തോന്നുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യാസമെന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നു. ഇതോടെ ആളുകൾ തമ്മിൽ ചെറിയ തർക്കങ്ങൾ തുടങ്ങുന്നു. ചിലർക്ക് തോന്നുന്നു മുകളിലുള്ളവർക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നുവെന്ന്. ചിലർക്ക് തോന്നുന്നു ഇത് ഗെയിമിന്റെ ഭാഗമാണെന്ന്. ഇതിനിടെ അവർക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാവുന്നു, സമയം കൂടുന്നതോടെ അവരുടെ പണം വേഗത്തിൽ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അത് കണ്ടപ്പോൾ ചിലർ കൂടുതൽ ലാഭം നേടാനുള്ള വഴികൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. ചിലർക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കണമെന്നൊരു ചിന്തയും തുടങ്ങുന്നു. ഇതോടെ ആ 8 ആളുകളുടെ ഇടയിലുള്ള ബന്ധം ധീരെ ധീരെ മാറാൻ തുടങ്ങുന്നു. ആദ്യം സൗഹൃദം പോലെ ഉണ്ടായിരുന്നതെല്ലാം ഇപ്പോൾ മത്സരം പോലെ മാറുകയാണ്. അവർക്കിപ്പോൾ ഒരു കാര്യം മാത്രമാണ് പ്രധാനപ്പെട്ടത്, കൂടുതൽ സമയം ഇവിടെ തുടരുക, കൂടുതൽ പണം നേടുക. സമയം കടന്നുപോകുന്നതോടൊപ്പം ആ 8 പേരുടെയും പെരുമാറ്റം മാറാൻ തുടങ്ങുന്നു. ആദ്യം എല്ലാവരും ശാന്തമായി സംസാരിച്ച് സമയം കടത്തുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓരോരുത്തരും കൂടുതൽ പണം നേടാൻ എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നു. കാരണം അവർക്ക് മനസ്സിലായി, ഇവിടെ കൂടുതൽ സമയം കഴിയുന്നവർക്ക് കൂടുതൽ പണം കിട്ടും. അതിനാൽ ചിലർ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. ചിലർ സ്വന്തം സൗകര്യങ്ങൾ മാത്രം നോക്കാൻ തുടങ്ങുന്നു. ഇതോടെ ആ കെട്ടിടത്തിനുള്ളിലെ അന്തരീക്ഷം ധീരെ ധീരെ ടെൻഷൻ നിറഞ്ഞതാകുന്നു. ചിലർക്ക് ഈ ഗെയിം രസകരമായി തോന്നുമ്പോൾ ചിലർക്കിത് ഭയപ്പെടുത്തുന്ന പോലെ തോന്നുന്നു. കാരണം അവർക്ക് മനസ്സിലാകുന്നു ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് ആരും പറയാൻ കഴിയില്ല. ഇതിനിടെ അവർ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നു, ഈ ഗെയിം നടത്തുന്നത് ആരാണെന്ന് ഇപ്പോഴും അറിയില്ല. ആരും നേരിട്ട് അവരുടെ മുന്നിൽ വരുന്നില്ല. എല്ലാം സ്ക്രീനുകൾ വഴിയാണ് അറിയിക്കുന്നത്.
ഇതോടെ എല്ലാവർക്കും കൂടുതൽ സംശയം തുടങ്ങുന്നു. ഈ ഗെയിമിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന ചിന്ത ഓരോരുത്തരുടെയും മനസ്സിൽ വളരാൻ തുടങ്ങുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് ഒരു വഴിയുമില്ല. അവർ ഇതിനകം തന്നെ ഈ ഗെയിമിനുള്ളിൽ കുടുങ്ങിയിരിക്കുകയാണ്. സമയം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആ 8 പേരുടെയും മനസ്സിൽ സമ്മർദ്ദം കൂടി തുടങ്ങുന്നു. ആദ്യം ഇതൊരു എളുപ്പമായ ഗെയിം പോലെ തോന്നിയിരുന്നെങ്കിലും ഇപ്പോൾ അവർക്ക് അതങ്ങനെ തോന്നുന്നില്ല. കാരണം ഈ കെട്ടിടത്തിനുള്ളിൽ കഴിയുന്നത് എളുപ്പമല്ല. ഓരോ കാര്യത്തിനും പണം ചെലവാക്കണം. ഭക്ഷണം വേണമെങ്കിൽ പോലും അത് വാങ്ങണം. അതുകൊണ്ട് ചിലർ പണം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ചിലർക്ക് അതൊന്നും പ്രശ്നമല്ല, അവർക്ക് വേണ്ടത് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതോടെ ആളുകൾ തമ്മിലുള്ള വ്യത്യാസം കൂടുതൽ വ്യക്തമായി കാണാൻ തുടങ്ങുന്നു. ചിലർ വളരെ ശാന്തരാണ്, ചിലർ വളരെയധികം ആകാംക്ഷയോടെ പെരുമാറുന്നു. ഇതോടെ ചെറിയ ചെറിയ തർക്കങ്ങൾ കൂടി തുടങ്ങുന്നു. ഇതിനിടെ അവർക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാവുന്നു. ഈ ഗെയിം വെറും സമയം കടത്താനുള്ളതല്ല. ഇവിടെ അവരുടെ സഹനം, മനസ്സ്, തീരുമാനങ്ങൾ എല്ലാം പരീക്ഷിക്കപ്പെടുകയാണ്. ചിലർക്കിപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണമെന്ന് തോന്നുന്നു. പക്ഷേ പണം നേടാനുള്ള ആഗ്രഹം അവരെ ഇവിടെ തന്നെ പിടിച്ചിരുത്തുന്നു. ഇതോടെയാണ് എപ്പിസോഡ് 1 അവസാനിക്കുന്നത്. എന്നാൽ അടുത്ത എപ്പിസോഡിൽ ഈ ഗെയിം കൂടുതൽ അപകടകരമായ ദിശയിലേക്ക് പോകാൻ പോവുകയാണ്. കാരണം ഇനി മുതൽ ആ 8 ആളുകളും തമ്മിലുള്ള മത്സരം കൂടുതൽ ശക്തമാകാൻ പോവുകയാണ്. അതുകൊണ്ട് അടുത്ത ഭാഗം നിങ്ങൾ മിസ് ചെയ്യരുത്. എപ്പിസോഡ് 2 കാണാൻ തയ്യാറാണെങ്കിൽ കമന്റ് സെക്ഷനിൽ പാർട്ട് 2 എന്നൊരു വാക്ക് കമന്റ് ചെയ്യൂ. നിങ്ങളുടെ സപ്പോർട്ട് കാണിക്കാൻ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത ഭാഗത്തിൽ കാണാം.